Hello my dear students, welcome to my channel at your classroom. എൻ്റെ ചാനലിലേക്ക് ഡയറക്റ്റായിട്ട് എത്തിച്ചേരുവാൻ താഴെ കൊടുത്തിരിക്കുന്ന പോലെ സ്പെഷ്യൽ ക്യാരക്ടർ ഉപയോഗിച്ചിട്ട് അറ്റ് യുവർ ക്ലാസ് റൂം -5-2310 എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ ചാനലിൽ എത്തുവാൻ പറ്റും. ഇവിടെ കേരള റീഡർ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് 4 പാർട്ട് 1 യൂണിറ്റ് 2 പേപ്പർ ബോർഡ്സിലെ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ പോയം അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്കാണ് ഞാൻ കിടക്കുന്നത്. ഇതിന് മുന്നേ ചെയ്ത 4ാമത്തെ വീഡിയോയിൽ ഇതിൻ്റെ പോയംസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹൂ ഫ്ലോട്ട്സ് ദ പേപ്പർ ബോട്ട്സ് ഡൗൺ ദ സ്ട്രീം? അപ്പോൾ ഇവിടെ എന്താ ചോദിക്കുന്നത്, ആരാണ് പേപ്പർ ബോട്ട്സ് സ്ട്രീംസിൽ ഒഴുക്കി വിടുന്നത്? അത് വളരെ സിമ്പിളാണ്. ദ ബോയ് ഫ്ലോട്ട്സ് പേപ്പർ ബോട്ട് ഡൗൺ ദ സ്ട്രീം, അങ്ങനെയാണ് ഈ പദ്യത്തിൽ പറയുന്നത്. ഓക്കെ, പിന്നെ അവിടെ പറയുന്നത് എന്താണ്? വാട്ട് ഡസ് ദ ബോയ് ഹോപ്പ് വെൻ ഹി ഫ്ലോട്ട്സ് ദ ബോട്ട്സ്? അപ്പോൾ ഈ ബോട്ട് ഒഴുക്കി വിടുമ്പോൾ ഈ ആൺകുട്ടി എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്താണ് പദ്യത്തിൽ പറയുന്നത്? ദ ബോയ് ഹോപ്സ് ദാറ്റ് സംവൺ ഇൻ സം സ്ട്രേഞ്ച് ലാൻഡ് will find his boat and know who he is. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ബോയ് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ആരെങ്കിലും ഒരു സ്ട്രേഞ്ച് ലാൻഡിൽ, എനിക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് എൻ്റെ ഈ ബോട്ട് കണ്ടിട്ട് അതിൽ ഞാൻ എഴുതിയിരിക്കുന്ന പേരും എൻ്റെ സ്ഥലത്തിൻ്റെ പേരൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ആരാണെന്ന് അറിയും. അപ്പോൾ അതാണ് ഇവൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, പിന്നെ അത് പറയുന്നത് എന്താ? 3ാമത്തെ ഒരു ചോദ്യം, ഹൂ സെൻസ് ദ ക്ലൗഡ്സ് ടു റേസ് വിത്ത് ദ ബോട്ട്സ്? അപ്പോൾ ആരാണ് ഈ മേഘങ്ങളെ ഇവൻ്റെ ബോട്ടിൻ്റെ കൂടെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നതാണ് ഇവിടെ ഈ കുട്ടി ചിന്തിക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, ഐ നോ നോട്ട് വാട്ട് പ്ലേമേറ്റ് ഓഫ് മൈൻ ഇൻ ദ സ്കൈ സെൻസ് ദം ഡൗൺ ദ എയർ ടു റേസ് വിത്ത് മൈ ബോട്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മേഘങ്ങൾ ആകാശത്ത് നിന്നൊരു പ്ലേമേറ്റ് അയക്കുക എന്ന് പറയുമ്പം നമുക്ക് ചിന്തിക്കാം, ആകാശത്തൊരു പ്ലേമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കളിക്കൂട്ടുകാരനാണ് ഈ പ്ലേമേറ്റ് പറയുന്നത്. അപ്പോൾ ആകാശത്തൊരു പ്ലേമേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അതൊരു മനുഷ്യനായിരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഈ പോയറ്റ് ചിലപ്പം ദൈവം ആയിട്ടായിരിക്കും അത് സങ്കല്പിച്ചിട്ടുണ്ടാവും ആ ഫ്രണ്ടിനെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3ാമത്തെ ആൻസർ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അക്കോർഡിംഗ് ടു ദ പോയറ്റ്സ് ഇമാജിനേഷൻ God is sending clouds to race with the boy's boat. അപ്പോൾ ഈ കുട്ടിയുടെ ബോട്ടിൻ്റെ കൂടെ റേസ് ചെയ്യാനായിട്ട് മേഘങ്ങൾ അയക്കുന്നത് ദൈവമാണെന്ന് നമുക്ക് വേണമെങ്കിൽ സങ്കല്പിച്ചിട്ട് അങ്ങനെ എഴുതാം. ഈ പോയറ്റ് അങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം എന്താ? വാട്ട് ആർ ദ ചൈൽഡ്സ് ഡ്രീം അബൌട്ട് ദ പേപ്പർ ബോട്ട്സ്? ഈ പേപ്പർ ബോട്ട്സിനെ കുറിച്ച് ഈ കുട്ടി വളരെയധികം സ്വപ്നം കാണുന്നുണ്ട്, പലതും ചിന്തിക്കുന്നുണ്ട്, പലതും പ്രതീക്ഷിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത് ഡ്രീംസിനെ പറ്റിയിട്ട്? കണ്ടോ, വെൻ നൈറ്റ് കംസ് ഐ ബറി മൈ ഫേസ് ഇൻ മൈ ആംസ് ആൻഡ് ഡ്രീം. ഉണ്ടോ, എന്നെ കൈ താടിക്ക് കൊടുത്ത് 2 കൈകളുടെ ഉള്ളിലാക്കി വെച്ചിട്ട് സ്വപ്നം കാണും. എന്താണ് ഇവിടെ സ്വപ്നം കാണുന്നതെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അല്ലേ? വാട്ട് ആർ ദ ചൈൽഡ്സ് ഡ്രീം? എന്തൊക്കെയാണ് ഈ ഡ്രീംസ്? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? The boy's dreams are, ഒന്നാമത്തത്, my paper boats float on and on under the midnight stars. അതിവിടെ പറയുന്നുണ്ട്. ഓക്കെ, ആ ഡ്രീം my paper boats floats on and on under the midnight star. അതൊന്ന്. 2ാമത്തെ പോയിന്റ് എന്താണ്? fairies of sleep are sailing in my boat and filling my boats with baskets full of dreams. അതായത് സാങ്കല്പിക മാലാഖമാർ, ഫെയറീസ്, എൻ്റെ ബോട്ടിൽ ഉറങ്ങിയിട്ട് യാത്ര ചെയ്യും. പിന്നെ അവർ സ്വപ്നങ്ങൾ കൊണ്ട് നിറയ്ക്കും. ബാസ്ക്കറ്റ്സ് ഫുൾ ഓഫ് ഡ്രീംസ്, ലാഡിങ്, അതാണ് ലാഡിങ് എന്ന് പറഞ്ഞില്ല, നിറയ്ക്കും. അപ്പം ഇതൊക്കെയാണ് ഈ കുട്ടിയുടെ ഡ്രീംസ്, അവൻ്റെ ഒഴുക്കി വിടുന്ന പേപ്പർ ബോട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത്, സ്വപ്നം കാണുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഡിക്റ്റേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, എഴുതി കാണിച്ചിട്ടില്ല.
അപ്പോൾ ഡിക്റ്റേറ്റ് ചെയ്തത് ഒന്നോ രണ്ടോ പ്രാവശ്യം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള പോയിൻറ്റ്സ് വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതന്നെ കോപ്പി ചെയ്യാൻ പാടില്ല, ആലോചിച്ച് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ മുതൽ ഇതിൻ്റെ ആക്ടിവിറ്റീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റീസ് ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. ഞാൻ വീണ്ടും ലെസൺസ് അപ്ലോഡ് ചെയ്യും. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, എല്ലാവരും ചേർന്നിരുന്ന് പഠിക്കുക. ഓക്കെ, അപ്പം നല്ലോണം പഠിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓൾ ദ ബെസ്റ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.